ഓ ഇല്ല മറ്റേ ഉണ്ടായിട്ടോ 15 ഇപ്പൊ കഴിക്കാനാ ഇപ്പൊ തിന്നാനാ പിടിച്ചൂടാ കൊലന്ന് എപ്പോഴും ഉരിപ്പോ അതാ വാങ്ങി ഞാൻ പറഞ്ഞ പാറ്റിന്റെ അതിന്റെ ഒരു ഇതൊന്നും വണ്ടി പോവോ ഒത്തുകൂടാം, ഇത്തിരി നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് നല്ലൊരു സായാഹ്നത്തെ ഓർമ്മകളിലേക്ക് എത്തിക്കാം എന്നുള്ള അഭിപ്രായത്തിനനുസരിച്ച് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ ബാല്യകാല സുഹൃത്തുക്കളെ, ബാല്യകാല ഗ്രൂപ്പിലെ എല്ലാ ദൈവന്മാരെയും പരിപാടിയല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. 10 വയസ്സായെങ്കിലും ഓക്കെ ഒന്നുപോലെ കൂട്ടിക്കോ. സ്വാഗതവും നന്ദിയും അറിയിക്കുകയാണ്. ഈ ഒരു സായാഹ്നത്തെ നമുക്ക് വളരെ മനോഹരമായിട്ട് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ ഒത്തുചേർക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലാവരും ഓരോരുത്തരുടെ കഴിവുകൾ അവരവർ തെളിയിക്കണം. പാട്ടുകൊണ്ടായാലും ഡാൻസ് കൊണ്ടായാലും കഥ കൊണ്ടായാലും കവിത കൊണ്ടായാലും ഇങ്ങനെ എല്ലാവിധ കഴിവുകളും അവരവർ തെളിയിക്കണം. പിന്നെ അതുപോലെ ജിംസ് പറഞ്ഞ രാഷ്ട്രീയമാവാം, പക്ഷെ അതിന് കവിഞ്ഞ് നമ്മളെ രക്തത്തിൽ കട്ട പിടിക്കുന്ന മസ്തിഷ്കം അതിനുള്ള സ്ഥാപകരായ DK ഹംസ ഈ ഗ്രൂപ്പിലുണ്ട്. അദ്ദേഹത്തിന് മുന്നേ നമ്മൾ നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയിട്ടില്ല. അതുപോലെ തന്നെ സന്തോഷമുണ്ട്. എനിക്കൊരു കാര്യം വേറൊന്ന് പറയാനായിരുന്നു. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ, ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ, താമര തോൽക്കുന്ന ത്വാഹാ തന്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ. ഭാരം ചുമന്ന് തളർന്നേനെ ഞാൻ, ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ. 14 നൂറ്റാണ്ട് പിൻപെന്തിന് പാരിൽ ഞാൻ പാപി പിറന്നു വീണു. പുണ്യറസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു. പള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം. ശിക്കാര ബോട്ടിനും അതിലെ സ്നേഹം നിറഞ്ഞ തൊഴിലാളികൾക്കും അതിന്റെ ഉടമസ്ഥനായ നമ്മുടെ പ്രിയ സുഹൃത്ത് ഗഫൂറിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ യാത്ര പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സന്തോഷം